കേരള പോലീസില് ഇൻസ്പെക്ടറായി തെരഞ്ഞെടുത്ത ബോഡി ബിൽഡർ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഇന്ന് SAP ഗ്രൗണ്ടിലാണ് ഈ കായികക്ഷമത പരിശോധന നടത്തിയത്. കേരളത്തിലെ ADGP അജിത് കുമാർ രണ്ടുപേരെ തെരഞ്ഞെടുത്തു ബോഡി ബിൽഡേഴ്സ്. അവർ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും അവർ നല്ല റെക്കഗ്നീഷൻ ഉള്ളവരാണ്. അങ്ങനെ രണ്ടുപേരെ ADGP അജിത് കുമാർ തെരഞ്ഞെടുത്ത് അത് ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരം, മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം അവരെ രണ്ടുപേരെയും ആംഡ് പോലീസിൽ ഇൻസ്പെക്ടർമാരായി തിരഞ്ഞെടുക്കാൻ അനുവാദം കൊടുത്തു. അതനുസരിച്ച് രണ്ടുപേരെയും ഇൻസ്പെക്ടർ ലെവലിൽ തിരഞ്ഞെടുക്കാൻ അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവർക്ക് ബോഡി ബിൽഡേഴ്സ് പോലീസ് റിക്രൂട്ട് ചെയ്യുമ്പം കായികക്ഷമതാ പരീക്ഷണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വിധേയമാകണം. അത് രണ്ടുപേർക്കും നോട്ടീസ് കൊടുത്തു. ഒന്ന് ബോഡി ബിൽഡറായ കണ്ണൂരിലെ രണ്ടുപേരിൽ ഒരാള് ഷിനു ചൊവ്വ എന്ന് വിളിക്കുന്ന ഒരു നല്ല ബോഡി ബിൽഡറാണ്. അദ്ദേഹത്തിന് ഇന്ന് കായികക്ഷമതാ പരീക്ഷണം നടത്തി SAP ഗ്രൗണ്ടിൽ. പക്ഷെ അദ്ദേഹം 4 എണ്ണത്തിൽ പരാജയപ്പെട്ടു. 100 മീറ്റർ ഓട്ടത്തിലെ ആ ടൈം അനുസരിച്ച് അദ്ദേഹം ഓടിയെത്തിയില്ല. ലോങ് ജമ്പും അദ്ദേഹം പരാജയപ്പെട്ടു. ഹൈ ജമ്പിലും അദ്ദേഹം പരാജയപ്പെട്ടു. 1500 മീറ്റർ ഓട്ടത്തിലും പരാജയപ്പെട്ടു. വീണ്ടും ഒരു ചാൻസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 പേർക്കാണ് ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തത്. മറ്റൊരാള് ചിത്തരേഷ് നടേഷ് എന്ന് പറഞ്ഞ ബോഡി ബിൽഡറാണ്. ഇവർ രണ്ടുപേരുമാണ് നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിൽ റെക്കഗ്നിഷൻ ലഭിച്ചവർ. സ്പോർട്സ് കോട്ടയിൽ അവർക്ക് അപ്പോയിൻമെന്റ് കൊടുക്കാൻ അവർ അർഹരാണ്. കാരണം അവർക്ക് അതിനുള്ള മെറിറ്റ് ഉണ്ട്. പക്ഷേ കായികക്ഷമതയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്ന കാരണം ബോഡി ബിൽഡേഴ്സ് ആരും ആ PSCയുടെ അപ്പോയിൻമെന്റ് കണക്കാക്കിയിട്ട് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ആ 100 മീറ്റർ ഓട്ടത്തിന്റെ ഇത്ര ടൈമിനകത്ത് ഓടാൻ കഴിയില്ല. ഒരു ബോഡി ബിൽഡേഴ്സാണ്. രണ്ടാമത് ലോങ് ജമ്പ് പറയുന്ന രീതി അവർക്ക് ചാടി പൊങ്ങി ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ കഴിയത്തില്ല. ഹൈ ജമ്പ് അവർ ഒട്ടും പൊങ്ങൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ 1500 മീറ്റർ മത്സരത്തിലും അവർക്ക് ഓടിയെത്താൻ ആ ടൈമിനകത്ത് ഓടിയെത്താൻ കഴിയില്ല. ബോഡി ബിൽഡേഴ്സിന് ആർക്കും കഴിയില്ല. അവരെത്ര ശ്രമിച്ചാലും ഇനി അത് നടക്കില്ല. കാരണം അവരുടെ ബോഡിയുടെ മൂവ്മെന്റും ചലനങ്ങളൊക്കെ ഒരു അത്ലറ്റിന്റെ, അതുപോലെ ഫുട്ബോളറെയോ അല്ലെങ്കിൽ വോളിബോളുകാരെയോ അവരെ പോലെയൊന്നും ചലിക്കത്തില്ല എന്നാണ്. അതുകൊണ്ട് അവർക്ക് എക്സംഷൻ എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ അവരെ സർവീസിൽ എടുക്കണമെങ്കിൽ തന്നെ സാധിക്കുകയുള്ളൂ. പക്ഷെ ബേസിക് ആയിട്ട് പോലീസിലെ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകണമെന്ന് നിർബന്ധമുണ്ട്, സ്പോർട്സുകാരും ആരായാലും ശരി. അതുകൊണ്ട് ബോഡി ബിൽഡേഴ്സിനെ എടുക്കുന്ന കാര്യത്തെപ്പറ്റി, അവർക്കൊരു ജോലി കൊടുക്കുന്നതിനെ പറ്റി മറ്റു മന്ത്രിസഭയിലെ എക്സംഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് പലർക്കും അത് ആപ്ലിക്കബിളായി വരും. അതുകൊണ്ട് ഇവരുടെ സെലക്ഷന് രണ്ടുപേരെയും സർക്കാരിന്റെ ഇൻസ്പെക്ടർമാരെ എടുക്കണമെന്ന് പ്രാഥമികമായ റിപ്പോർട്ട് കൊടുത്ത ADGP അജിത് കുമാർ ആണ്. അത് വളരെ വിവാദമാവുകയും ചെയ്തു. ഇതിൽ ഒരാൾ മാത്രമാണ് ഇപ്പം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് SAP ഗ്രൗണ്ടിൽ വന്നത്. അതേസമയത്ത് ചിത്രേഷ് നടേശൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല, വന്നില്ല. അദ്ദേഹത്തിന് അറിയാം അത് പാസ്സാകാൻ പറ്റൂല. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PSC നിർദ്ദേശിക്കുന്ന നിലവാരത്തിൽ ഇവർ 2 പേർക്കും പാസ്സാകാൻ പറ്റില്ല. പക്ഷെ ഒരാള് ആ പരീക്ഷണം അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് തയ്യാറായി വന്നു, അത് പരാജയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇവരെ 2 പേരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എക്സംഷൻ കൊടുത്തു വേണം അത് ഗവൺമെന്റിന് ഇനി അവരെ എടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പ്രീസിഡന്റ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പലരും ഇതുപോലുള്ള കേസുകളിനകത്ത് പലരും അത് അപ്ലൈ ചെയ്യും. അത് ഗവൺമെന്റിന് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും അവർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഷിനു ചൊവ്വ എന്ന വ്യക്തി വീണ്ടും, അതായത് ഫിസിക്കലായിട്ട് ഫിറ്റ്നസ്, ഓട്ടത്തിനും ചാട്ടത്തിനും ഹൈ ജമ്പിനും 100 മീറ്ററിനും 1500 മീറ്ററിനൊക്കെ അത് ഫിറ്റ്നസ്സായി വരുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് കൊടുത്ത് പരീക്ഷിച്ച് നോക്കാം എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കരുതുന്നത്. ഏതായാലും 2 പേരുടെയും സെലക്ഷൻ വളരെ വിവാദമായിരുന്നു. അതേപ്പറ്റി വളരെയധികം ചർച്ചകളുണ്ടായി. കാരണം അത് സർക്കാരിനെ സ്വാധീനമുള്ള ചില വ്യക്തികളും പാർട്ടിക്കാരുടെ മക്കളും ആണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. എന്തായാലും 2 പേർക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാകാൻ കഴിയില്ല, ഇനി നടത്തിയാലും കഴിയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ
നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ ബോഡി ബിൽഡേഴ്സായിട്ട് അവർ റെക്കഗ്നേഷൻ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതേപ്പറ്റി പഠിച്ചിട്ട് അവരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ടറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്പോർട്സ് താരത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സംഷൻ കൊടുത്ത് മാത്രമേ ബോഡി ബിൽഡേഴ്സിന് മാത്രം എക്സംഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു.